നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്, അതായത് എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയെ നേരിടേണ്ടി വരും, ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ ഇത് പഠിക്കേണ്ടത് ആരാണ്? +1 ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഷയങ്ങൾ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുക. അതായത് സ്കൂളില് ഗോയിങ്ങിന് ഇപ്പോൾ എന്ത് നടക്കുന്നുണ്ട്, ക്രിസ്മസ് പരീക്ഷ അല്ലെങ്കിൽ സെക്കൻഡ് ടേം എക്സാം നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ എക്സാം ഈ വരുന്ന 13-ാം തീയതിയാണ് ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുമിച്ചാണ് പരീക്ഷ നടക്കുന്നത്. 2 പേപ്പറുകളല്ല, ഒറ്റ പേപ്പറായിട്ടാണ് പരീക്ഷ, പ്രത്യേകം ഓർക്കുക. അപ്പോ അതിൽ നമ്മൾ ഇക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരും, കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കുക, ആ പാഠങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അതിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദ്യം തന്നു കഴിഞ്ഞു. എല്ലാവരും അത് കൃത്യമായിട്ട് കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ മക്കളെ വരികയുള്ളൂ. ഏത് ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മൾ അത് തന്നെ ആവർത്തിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1ാമത്തെ പുസ്തകമായിട്ടുള്ള ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗം, ഇക്കണോമിക്സിന്റെ 1ാമത്തേത്. അതില് നമ്മൾ 3ാമത്തെ ചാപ്റ്റർ മുതലാണ് പറയാൻ പോകുന്നത്. 3ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. 3ാമത്തെ ചാപ്റ്ററിന്റെ പേര് നമുക്കറിയാം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്നുള്ളതാണ്. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഈ 3 കാര്യങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. ഇതിൽ നമുക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. 4 മാർക്കിന് പരീക്ഷയ്ക്ക് വരും എന്നുറപ്പുള്ള ഒരു ചോദ്യമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റിഫോംസ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റിഫോംസ്, അതായത് നമ്മുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പശ്ചാത്തലം വിവരിക്കുക എന്നാണ് ചോദ്യം ഉണ്ടാവുക. അതായത് നമ്മുടെ ഇന്ത്യയിൽ 1991 നടപ്പിലാക്കിയിട്ടുള്ള പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പശ്ചാത്തലം എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള ചോദ്യമാണ് ഉണ്ടാവുക. അത് 4 മാർക്കിന്റെ ചോദ്യമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദ ക്രൈസിസ് ഓഫ് 1991 എന്ന് പറഞ്ഞുകൊണ്ടും ആ ചോദ്യത്തെ തരംതിരിച്ച് നിങ്ങൾക്ക് തന്നേക്കാം. എന്തായാലും നിങ്ങൾ ആ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ 8 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യമുണ്ട്. എസ്സേ ആണ്. അത് 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തെ വിവരിക്കുക എന്നായിരിക്കും. അതായത് ന്യൂ ഇക്കണോമിക് പോളിസി 1991 ഡിസ്കസ് ഓർ ഡിഫൈൻ എന്നാണ് ചോദ്യം ഉണ്ടാവുക. ഓക്കെ, ഡിഫൈൻ ദ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ സിൻസ് 1991 എന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക. 1991 മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള പുത്തൻ സാമ്പത്തിക നയത്തെ കുറിച്ച് വിവരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കണ്ടന്റ് എന്തായിരിക്കും? അതില് നമ്മൾ ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം ഉൾപ്പെടുത്തണം. 2ാമത്തേത് പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം ഉൾപ്പെടുത്തണം. 3ാമത്തേത് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം ഉൾപ്പെടുത്തണം. ഏതുവരെ എഴുതണം? ആഗോളവൽക്കരണത്തിന്റെ ഒരു പ്രധാന ഘടകമായിട്ടുള്ള ഔട്ട്സോഴ്സിംഗ് വരെ നമ്മൾ എഴുതി പോവേണ്ടതുണ്ട്. ഇനി ഇത് എസ്സേ വന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം വരുന്നുണ്ട്. ലിബറലൈസേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകൾ എന്തൊക്കെയാണ്? What are the sectors introduced liberalization in India എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ലിബറലൈസേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട സെക്ടറുകൾ, മേഖലകൾ ഏതൊക്കെയാണ്? പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് 8 മാർക്കിന്റെ ഒരു എസ്സേ ഉണ്ടാവുക. ഓക്കെ, അതുപോലെ പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു പദമുണ്ട്. അത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓർ ഇക്വിറ്റി ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നുള്ളതാണ്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമാവകാശം അല്ലെങ്കിൽ അതിന്റെ ഓഹരികൾ വിൽക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 വേർഡിൽ വരെ ചോദ്യം വരുന്നുണ്ട്. എന്താണ് ചോദ്യം? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഏർപ്പാടിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം ഉണ്ടാവുക. അത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഔട്ട്സോഴ്സിംഗ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ പുറം കരാർ, പുറമേയുള്ളവരെ ആശ്രയിക്കൽ എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാം 1 വേർഡില്. അതായത് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ദ ക്ലോസർ ഇന്റഗ്രേഷൻ ഓഫ് കൺട്രി
കൺട്രീസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് രാജ്യങ്ങളുടെ പരസ്പര ബന്ധം അല്ലെങ്കിൽ ആശ്രയത്വത്തെ കാണിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അവിടെ കൊടുക്കാവുന്നത് എന്താണ്? അത് ഗ്ലോബലൈസേഷൻ ആണ്. പിന്നെ ഇവിടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, അത് WTO ആണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ എന്താണ് ആഗോള വ്യാപാര സംഘടന അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടന. അതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ലോക വ്യാപാര സംഘടന രൂപം കൊണ്ടത് എന്നാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അത് രൂപം കൊണ്ടത് 1995 അതിന്റെ പ്രധാനപ്പെട്ട എയിംസ് എന്താണ്? 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. WTOയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? WTOയുടെ എയിംസ് എന്താണ്? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ബുക്ക് എടുത്തൊന്ന് പഠിച്ചോളൂ. ഓക്കെ, ദെൻ നമ്മള് 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. നമുക്ക് ഈ പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്റർ ആണ് 4ാമത്തെ ചാപ്റ്റർ, അതായത് പോവർട്ടി എന്ന് പറയും. പോവർട്ടിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? പോവർട്ടി ലൈൻ പഠിക്കണം. ഓക്കെ, പോവർട്ടി ലൈൻ അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖ എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ കാറ്റഗറൈസിംഗ് പോവർട്ടിയെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പോവർട്ടി അല്ലെങ്കിൽ കാറ്റഗറൈസിംഗ് പോവർട്ടിയുടെ വിവിധ തരങ്ങൾ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ വിവിധ തരങ്ങളാണ്. 4 ഉണ്ട്. ഒന്ന് ഓൾവേസ് പൂർ ആണ്, രണ്ടാമത്തെ യൂഷ്വലി പൂർ ആണ്, മൂന്നാമത്തെ ചേണിംഗ് പൂർ ആണ്, നാലാമത്തേത് ഒക്കേഷണലി പൂർ ആണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് കാറ്റഗറൈസിംഗ് പോവർട്ടി ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കും. അതുപോലെ തന്നെ പോവർട്ടി ലൈൻ 2 മാർക്കിന് ചോദിക്കും. ഇന്ത്യയിലെ പോവർട്ടി ലൈൻ നിർണ്ണയിക്കുന്നത് ആരാണെന്ന് ചോദിക്കും. ഓക്കെ, ഇന്ത്യയിൽ പോവർട്ടി ലൈൻ അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നത്? കലോറി എനർജിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ കലോറി എനർജി നമ്മൾ ഒന്ന് ഡിഫൈൻ ചെയ്ത് വെക്കണം. അതായത് 2400 കലോറി റൂറൽ സെക്ടറിലുള്ളവർക്കും ഗ്രാമങ്ങളിലുള്ളവർക്ക് 2400 കലോറി എനർജിയും അല്ലെങ്കിൽ ഊർജവും, അതുപോലെ തന്നെ 2100 കലോറി ഊർജം ആർക്ക് വേണം? നഗരങ്ങളിലുള്ളവർക്കും വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. അതുപോലെ ഇന്ത്യയില് ദാരിദ്ര്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? 5 മാർക്കിന്റെ ചോദ്യമാണ്. 4 മാർക്കിനും ഇത് ചോദിക്കാറുണ്ട്. ഏത്? ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പഠിക്കുക. അതുപോലെ ഈ ചാപ്റ്ററിൽ ഒരു എസ്സേ ഉണ്ട്, സ്ഥിരമായിട്ട് പബ്ലിക് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എസ്സേ ആണ്. അത് ഇവിടെ നിങ്ങൾക്ക് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം എന്തായിരിക്കും? പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി അലീവിയേഷൻ എന്നാളാണ് ഡിസ്കസ് ഓർ ഡിഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും. അതായത് ഇന്ത്യയില് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്നതിന് വേണ്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും എന്തൊക്കെയാണെന്നുള്ളത് ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇന്ത്യയില് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വിവരിക്കാനാണ് പറയുക. ഒരു ക്രിട്ടിക്കൽ അസസ്മെന്റ് അല്ലെങ്കിൽ വിമർശനാത്മകമായി വിവരിക്കുക എന്നാണ് ആ ചോദ്യം ഉണ്ടാവുക. ഓക്കെ, അത് എസ്സേ ആണ്, കൃത്യമായിട്ട് പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഈ ചാപ്റ്ററിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയുണ്ട്, ദാദാഭായ് നവറോജി. അപ്പൊ ഇന്ത്യയില് ദാരിദ്ര്യ രേഖ നിർണയിച്ച അല്ലെങ്കിൽ ദാരിദ്ര്യം കണക്കാക്കിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. മാത്രമല്ല ദാദാഭായ് നവറോജി ദാരിദ്ര്യം അളക്കാൻ വേണ്ടി ഉപയോഗിച്ച സൂചകം എന്താണ്? അത് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ജയിൽ ജീവിത ചെലവ് സൂചിക. ഇന്ത്യയിലെ ജയിൽ ജീവിത ചെലവ് സൂചിക കണക്കാക്കിയത് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യം അളന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചാൽ മതി. ഇനി 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയിലെ മനുഷ്യ മൂലധന രൂപീകരണം. ഓക്കെ, ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ഒരു ചോദ്യമുണ്ട്. അത് എന്താണ്? സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഈ ചാപ്റ്ററിന് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ഇത് മാത്രമായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധന രൂപീകരണത്തിന്റെ ഉറവിടങ്ങൾ. 5 പോയിന്റ് പഠിക്കാനുണ്ട്. 1 എഡ്യൂക്കേഷൻ, ആരോഗ്യം, അതായത് ഹെൽത്ത്, അതുപോലെ തന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ്, അതുപോലെ മൈഗ്രേഷൻ, അതുപോലെ ഇൻഫർമേഷൻ. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, വിവര സാങ്കേതികത. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതിലുള്ളത്? സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നതിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കാതിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഏത്?
ഇന്ത്യയിലെ ഈ റെഗുലേറ്ററി ബോഡീസ് ഏതൊക്കെയാണ് ചോദിക്കുക. അതായത് എഡ്യൂക്കേഷൻ സെക്ടറിന്റെ റെഗുലേറ്ററി ബോഡീസ്, അത് വൺ വേർഡിലാണ് സാധ്യത കൂടുതലുള്ളത്. അതായത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകൾ, റെഗുലേറ്ററി ബോഡീസ് എന്തൊക്കെയാണ്, നിയന്ത്രിത സ്ഥാപനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. NCERT, UGC, AICTE, ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് റെഗുലേറ്ററി ബോഡീസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതായത് ആരോഗ്യ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, ഒന്ന് ICMR ആണ്, രണ്ടാമത് നഴ്സിംഗ് കൗൺസിലാണ്, മൂന്നാമത്തേത് ഫാർമസി കൗൺസിലാണ്. മക്കളെ, ഇതെല്ലാം വൺ വേർഡിൽ വരാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിസിമിലാരിറ്റീസ് ചോദിക്കാം. അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. പട്ടികപ്പെടുത്തിയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഫിസിക്കൽ ക്യാപിറ്റലും അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഭൗതിക മൂലധനവും മനുഷ്യ മൂലധനവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം. അതുപോലെ മറ്റൊരു ചോദ്യം ഇവിടെ വരുന്നതാണ് എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടർ നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ചാലഞ്ചസ് ഫോർ ദ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ സെക്ടർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് ചോദിക്കാം. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടർ നേരിടുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയാ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു, റൂറൽ ഡെവലപ്മെന്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് റൂറൽ ഡെവലപ്മെന്റ്. ഈ റൂറൽ ഡെവലപ്മെന്റിൽ നമ്മൾ ആകെ പഠിക്കേണ്ടത്, അതായത് ഇത് നന്നായിട്ട് ഈ ഭാഗം നിങ്ങൾ പഠിക്കണം, ഈ ചാപ്റ്റർ പഠിക്കണം. ഇതിൽ നിന്ന് നല്ല നല്ല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത്. അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ കർഷകർ നേരിടുന്ന, ഗ്രാമങ്ങളിൽ കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക. ഗ്രാമങ്ങളിൽ കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതായത് അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരു 4 മാർക്കിന്റെ ചോദ്യം. അതുപോലെ തന്നെ 4 മാർക്കിന് ചോദിക്കുന്ന ഒന്നാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. അതായത് ഗ്രാമങ്ങളിൽ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വായ്പാ വിതരണ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് എന്നുള്ളത്, ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ കുറെ ബാങ്കുകളൊക്കെ സ്ഥാപിച്ച കാര്യങ്ങളാണ് അവിടെ എഴുതാനുള്ളത്. അതായത് വായ്പാ വിതരണ സംവിധാനങ്ങൾ, അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വായ്പാ വിപണന അല്ലെങ്കിൽ വിതരണ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇൻ റൂറൽ സെക്ടർ എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ ഒരു 4 മാർക്കിന്റെ മറ്റൊരു ചോദ്യമാണ്, അതായത് ഗവൺമെന്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നടപ്പിലാക്കിയുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്. അതായത് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാർഷിക വിപണനം മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പ്രധാന നടപടികൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്. ഇന്ത്യയിൽ കാർഷിക വിപണനം മെച്ചപ്പെടുത്താൻ വേണ്ടി, അതായത് ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി മാർക്കറ്റ് സംവിധാനങ്ങൾ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരം മാർക്കറ്റ് സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദ്യം വന്നേക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണത് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. 4 മാർക്കിന്റെ ചോദ്യമാണ്. ദെൻ മറ്റൊന്ന് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ എന്നുള്ളതാണ്. ഡൈവേഴ്സിഫിക്കേഷൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. 4 അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ എന്നുള്ളത്. ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിംഗ് ഒഴിച്ചുകൂടാനാവാത്ത ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗ് എന്താണെന്ന് മാത്രമല്ല, ഓർഗാനിക് ഫാമിംഗുമായി ബന്ധപ്പെട്ട് അതിന്റെ മെറിറ്റ് അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, ബെനിഫിറ്റും ലിമിറ്റേഷൻസും ചോദിക്കാം. അതായത് മെറിറ്റും ഡിമെറിറ്റും ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഓർഗാനിക് ഫാമിംഗ്. ജൈവ കൃഷി, ജൈവ കൃഷി എന്താണെന്ന് ചോദിക്കും. ജൈവ കൃഷിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ചോദിക്കും. ഓക്കെ, 5 മാർക്കാണ് അതിന്, 5 മാർക്ക്. ഓക്കെ, ജൈവ കൃഷി എന്താണ്, ജൈവ കൃഷിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ചോദിക്കുകയാണെങ്കിൽ 5 മാർക്ക്, അല്ലെങ്കിൽ ഗുണങ്ങളും ദോഷങ്ങളും മാത്രം ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് 6ാമത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ എക്കണോമിക്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് ഈ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകളിൽ ലാസ്റ്റ് ചാപ്റ്റർ ആണ് പറയുന്നത് എംപ്ലോയ്മെന്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. 7ാമത്തെ ചാപ്റ്റർ. അതില്
പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് 2 മാർക്കിന് ചോദിക്കുന്നതാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെന്റ്. പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തൊഴിലെടുക്കുന്ന ആളുകളുടെ അനുപാതമാണ്. ഓക്കെ, അതായത് ജനസംഖ്യ അനുപാതം അതായത് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയും. അതായത് തൊഴിൽ ജനസംഖ്യ അനുപാതം അല്ലെങ്കിൽ തൊഴിലിൽ ജനസംഖ്യ അനുപാതം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെന്റ് അതായത് തൊഴിലെടുക്കുന്ന ആളുകളുടെ ജനസംഖ്യയിലെ തൊഴിലെടുക്കുന്ന ആളുകളുടെ അനുപാതം എന്നുള്ളതാണ്. ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാം. അതുപോലെ പ്രധാനപ്പെട്ട തൊഴിലാളികൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. അതായത് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്. വാട്ട് ആർ ദ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സിനെ ഏതൊക്കെയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഏതൊക്കെ കാറ്റഗറിയിലാണ് വർക്കേഴ്സ് ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, റെഗുലർ സാലറിഡ് എംപ്ലോയീസ് ആണ് ഒന്നാമത്തേത്, അതായത് സ്ഥിരം വരുമാനത്തിന് തൊഴിലെടുക്കുന്നവർ. രണ്ടാമത്തേത് കാഷ്വൽ വർക്കേഴ്സ് ആണ്, കൂലിപ്പണിക്കാര്. മൂന്നാമത്തേത് സെൽഫ് എംപ്ലോയിഡ് ആണ്, സ്വയം തൊഴിൽ ചെയ്യുന്നവര്. അപ്പൊ അതിനെ വിവരിക്കാൻ വേണ്ടിയിട്ട് ചോദ്യം വരുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ അത് പഠിക്കണം. അതുപോലെ തന്നെ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി ചോദിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി 4 മാർക്കിന്റെ ചോദ്യം. ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, അതെന്താന്ന് മാത്രമല്ല അതിൽ ഓരോന്നും എന്തൊക്കെയാ, അതിൽ ഓരോ സെക്ടറിലും ഉള്ള പ്രവർത്തികൾ എന്തൊക്കെയാണ്. ഓക്കെ, പ്രൈമറിയിൽ എന്തൊക്കെ നടക്കും, സെക്കൻഡറിയിൽ എന്തൊക്കെ നടക്കും, ടെർഷ്യറിയിൽ എന്തൊക്കെ പ്രവർത്തികളാണ് നടക്കുന്നതിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോകേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്. അതായത് ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ്. ഓക്കെ, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്നുള്ളത് അതായത് അനൗപചാരികവൽക്കരണം, തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിലിൽ അനൗപചാരികവൽക്കരണം, തൊഴിലാളികളുടെ അനൗപചാരികവൽക്കരണം എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദ്യം വരാം. അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ റെഗുലർ സാലറിഡ് എംപ്ലോയീസ്, അതുപോലെ കാഷ്വൽ ലേബേഴ്സ്, സെൽഫ് എംപ്ലോയീസ്, ഇവരൊക്കെ ഉൾപ്പെടുന്നതാണ് തൊഴിൽ മേഖലകൾ അല്ലെങ്കിൽ കാറ്റഗറൈസിംഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വീണ്ടും 2 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞിട്ട്. ഈ ഫോർമൽ സെക്ടർ എന്താണ്, ഇൻഫോർമൽ സെക്ടർ എന്താണ്? അതായത് നമുക്കതിനെ മറ്റൊരു പേര് കൊടുക്കാം. ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് സെക്ടർ ആണ്. അതുപോലെ തന്നെ അതിന് മലയാളം സംഘടിത മേഖല എന്ന് പറയും. അതുപോലെ അൺഓർഗനൈസ്ഡ് സെക്ടർ ആണ് ഇൻഫോർമൽ സെക്ടർ, അതായത് അസംഘടിത മേഖല. ചിലപ്പോൾ അതിനെ താരതമ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ തന്നിട്ട് അതിനെ പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടും ചോദിക്കാം. ഓക്കെ, ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നുള്ളതാണ്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക. ഒരു 3 മാർക്ക് വരെ ചോദ്യം വരാവുന്ന ഒരു ടോപ്പിക്കാണത്. ദെൻ അൺഎംപ്ലോയ്മെന്റ് ആണ് ലാസ്റ്റ് ടോപ്പിക്. അൺഎംപ്ലോയ്മെന്റ് എന്നാണ്. അൺഎംപ്ലോയ്മെന്റിന്റെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണ്? തൊഴിലില്ലായ്മ എന്താണ്? തൊഴിലില്ലായ്മ, വിവിധ തരം തൊഴിലില്ലായ്മകൾ. ഓക്കെ, ആ വിവിധ തരം തൊഴിലില്ലായ്മകളും അൺഎംപ്ലോയ്മെന്റും കൂടി ചോദിക്കുകയാണെങ്കിൽ 4 അല്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യമാണ്. നേരെ മറിച്ച് അൺഎംപ്ലോയ്മെന്റ് മാത്രം ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിന് മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് തന്നെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന തൊഴിലില്ലായ്മ, അതായത് അഗ്രികൾച്ചറൽ സെക്ടറിൽ കാണപ്പെടുന്ന അൺഎംപ്ലോയ്മെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അത് അങ്ങനെ എടുത്ത് ചോദിക്കും. അത് കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന തൊഴിലില്ലായ്മ ഏത് എന്ന് ചോദിച്ചാൽ അത് ഡിസ്ഗൈസ്ഡ് ആണ്, അല്ലെങ്കിൽ പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ്. ഓക്കെ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ്. അതുപോലെ തന്നെ ഈ അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡാറ്റകൾ എവിടുന്നാണ് കിട്ടുന്നത്? ഡാറ്റ സോഴ്സസ് കളക്ട് ചെയ്യുന്നത് എവിടുന്നാണ്? നമുക്ക് വിവരങ്ങൾ, ദത്തങ്ങൾ ശേഖരിക്കുന്നത് നമ്മൾ എവിടുന്നാണ്? തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത് എവിടുന്നാണെന്നൊക്കെ ചോദ്യം നമുക്ക് വന്നേക്കാം. 2 മാർക്കിനോ 1 മാർക്കിനൊക്കെ സാധാരണ ചോദിക്കുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പ്രധാനമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ സെക്ടേഴ്സ് പഠിക്കണം. പ്രൈമറി സെക്ടർ, സെക്കൻഡറി, ടെർഷ്യറി, അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ ഹൈ സ്കോർ ഉണ്ടാക്കാൻ സാധിക്കും. നേരത്തെ ഞാൻ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും തന്നു കഴിഞ്ഞതാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത്, അതായത് എക്കണോമിക്സിന്റെ ഭാഗത്ത് ഞാൻ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഏതായിരുന്നു? മൂന്നാമത്തെ ചാപ്റ്ററിലെ 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം വിവരിക്കുക എന്നുള്ളതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തേത് ഏതാണ്? ദാരിദ്ര്യം. ആ ദാരിദ്ര്യം അളക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഏതൊക്കെയാണ് വിവരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ ഒരു എസ്സേ പറഞ്ഞു.
പറഞ്ഞിട്ടുണ്ട്, അത് നേരത്തെ ഞാൻ അറിയിച്ചതാണ്, എങ്കിലും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. മീൻ മീഡിയൻ മോഡ് കാണാൻ മക്കളെ ഈ 3 ചോദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. 2 ഉത്തരം എഴുതിയാൽ മതി. 3 നിങ്ങൾക്ക് അറിയുന്നതാകും. ഏറ്റവും അറിയുന്നത് നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. പബ്ലിക് എക്സാമിന് സൂപ്പർ ക്ലാസ്സുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ ചാനലിൽ വീഡിയോകൾ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.